ഇസ്രായേൽ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം പ്രതിവർഷം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യം വിട്ട ഇസ്രായേലുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതായാണ് ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനം വ്യക്തമാക്കുന്നത്. ഇത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും സാമൂഹിക ഘടനയ്ക്കും ദീർഘകാല വെല്ലുവിളിയായി മാറും എന്നാണ് മുന്നറിയിപ്പ്. ആളുകൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഉപേക്ഷിക്കുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡത്തിലേക്ക്. 90,000 പേരാണ് കഴിഞ്ഞ വർഷം മാത്രം ഇസ്രായേൽ ഉപേക്ഷിച്ചത്. 2023-ലും 2024-ലും ഏതാണ്ട് ഇതേ തോതിൽ കുടിയേറ്റം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ആകെ 2,69,000 പേരാണ് ഇത്തരത്തിൽ ഇസ്രായേൽ വിട്ടത് എന്നാണ് കണക്കുകൾ. കഴിഞ്ഞ ദശകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ വർധനവാണ് ഈ കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ടെൽ അവീവ് സർവകലാശാലയുടെ പഠനം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രായേലിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നെതന്യാഹു ഭരണകൂടം 2023-ൽ നടപ്പാക്കാൻ ശ്രമിച്ച ജുഡീഷ്യറിയുടെ പുനഃസംഘടന, തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത, ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണം, തുടർന്നുള്ള യുദ്ധം, ഈ വിഷയങ്ങളെല്ലാം ആളുകൾ ഇസ്രായേലിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ് അവർ അനുമാനിക്കുന്നത്. ഇവ തന്നെയാണ് വിഷയങ്ങളെന്ന് ഉറപ്പിക്കുന്ന ഒന്നും പഠനം മുന്നോട്ട് വെക്കുന്നില്ല എങ്കിലും വർദ്ധിച്ച കുടിയേറ്റവും ഈ സംഭവവികാസങ്ങളുടെ സമയക്രമവും ഒത്തുപോകുന്നതാണ് എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ഉപേക്ഷിച്ച് പോകുന്നവരിൽ മിക്കവരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അക്കാദമീഷ്യന്മാർ എന്നിവരാണ്. അതായത് ഇസ്രായേലിലെ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നവർ. അവർ നാടുവിടുന്നത് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ പിന്നോട്ടടിക്കുമെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ നഷ്ടപ്പെടുത്തുന്നത് നവീകരണം, ആരോഗ്യ സംരക്ഷണം, ഗവേഷണം എന്നീ മേഖലകളെയാകും പ്രധാനമായും ബാധിക്കുക എന്നതാണ് വിലയിരുത്തൽ. ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം ഇപ്പോൾ ഇസ്രായേലിൽ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പലായന സുനാമി എന്നാണ് ഇസ്രായേലി പാർലമെന്റിലെ ഇമിഗ്രേഷൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാനായ ഗിലാദ് കരീവ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഇതിന് നെതന്യാഹു സർക്കാർ എന്തു ബദലാകും ഒരുക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തത വരുത്താത്തതും ഇസ്രായേലി രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പൊതുതെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന മുന്നറിയിപ്പാണ് ഗവേഷകർ നൽകുന്നത്. നിലവിലെ കണക്കുകൾ ഇസ്രായേലിന് വലിയ ഭീഷണിയാകുന്നില്ല എന്ന് സമാധാനിപ്പിക്കാമെങ്കിലും ഇത് തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നാണ് അവർ പറയുന്നത്. അത് ഇസ്രായേലിന്റെ തൊഴിൽ മേഖലയും ദേശീയ സുരക്ഷയും ഒക്കെ ബാധിക്കാൻ പോകുന്നിടത്തോളം ശേഷിയുള്ളതാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഗവേഷകർ. ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിന് ശേഷം മിസ്റ്റർ സെക്യൂരിറ്റി എന്ന് വിളിപ്പേരുണ്ടായിരുന്ന നെതന്യാഹുവിനുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ഹമാസ് നടത്തിയ ആക്രമണം. ഇസ്രായേലിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളായിരുന്നു അത് ഉയർത്തിയത്. മാത്രമല്ല, ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഏൽക്കേണ്ടി വന്ന വലിയ പ്രഹരവും ആളുകളെ രാജ്യം വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശ പ്രവർത്തനങ്ങളുടെ ഫലമായി ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ വലിയ അതൃപ്തിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ ഉൾപ്പെടെ ഇസ്രായേലിനുള്ള പിന്തുണ കുറയാൻ കാരണവുമായിരുന്നു. അതും ഈ പലായനങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്.